എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്, പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും കമൻറ്റിലായിട്ട് ചോദിക്കുന്ന ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ ബിരുദ പ്രവേശനത്തിന് 4 വർഷം ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇതാ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ കാലിക്കറ്റ് ഒരു മിനിറ്റ് എഴുതട്ടെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും. ഗൂഗിളിൽ കയറി നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്, UG സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് പബ്ലിഷഡ്, UG എന്ത് ചെയ്യും, UG സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷഡ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഓപ്പൺ ആകുന്ന പേജിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കി അവരുടെ ഐ ഡിക്ലെയർ എന്നൊരു ബോക്സിൽ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, ക്യാപ്പ് ID-യും സെക്യൂരിറ്റി കീ നൽകി ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ക്യാപ്പ് ID മീൻസ് ആപ്ലിക്കേഷൻ ID, സെക്യൂരിറ്റി കീ പാസ്വേഡാണ് കേട്ടോ. ക്യാപ്പ് ID, ആപ്ലിക്കേഷൻ നമ്പർ, സെക്യൂരിറ്റി കീ പാസ്വേഡാണ്. ഇത് നൽകി ലോഗിൻ ചെയ്യുക. ശേഷം അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കുന്നതിന് മുമ്പ് അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞതിന് കാരണം ഇതിൻ്റെ വാക്ക് തന്നെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. ഇനിയിപ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, അലോട്ട്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലിക്ക് ഹിയർ ഫോർ അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് ഹാജരാക്കുകയും ചെയ്യാം. അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ടെമ്പററി ഓർ പെർമനൻ്റ് അഡ്മിഷൻ? ഇതിന് ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതായത് ഇതിൽ നിങ്ങൾക്ക് എന്തില്ല, ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്കില്ല. ഉള്ളി പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുന്നതുള്ളൂ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.